ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകളെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് വിശദമായിട്ട് നോക്കാം. ബയോഗ്യാസ് പ്ലാന്റിനകത്ത് ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ പ്ലാന്റിനകത്തുള്ള ബാക്ടീരിയ വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് മീഥെയ്ൻ ഗ്യാസ് ജനറേറ്റ് ചെയ്യുകയും അത് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകളിൽ തന്നെ ഫൈബറിന്റെ പോർട്ടബിൾ പ്ലാന്റുകളും മണ്ണിന്റെ അടിയിൽ നിർമ്മിക്കുന്ന പെർമനന്റ് പ്ലാന്റുകളും അങ്ങനെ രണ്ട് രൂപത്തിലുള്ള പ്ലാന്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ചെറിയ അളവിൽ 2 കിലോ മുതൽ 15 കിലോ വരെയുള്ള കപ്പാസിറ്റിയിലുള്ള ജൈവമാലിന്യ സംസ്കരണത്തിന് പോർട്ടബിൾ പ്ലാന്റുകളും, എന്നാൽ 15 കിലോയിൽ കൂടുതൽ ജൈവമാലിന്യങ്ങൾ ഉണ്ടാവുകയും അത് 2 ടൺ 3 ടൺ അതല്ലെങ്കിൽ 10 ടൺ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ 100 ടൺ പോലെയുള്ള പെർമനന്റ് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് നമുക്ക് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീടുകൾക്ക് അനുയോജ്യം ചെറിയ കപ്പാസിറ്റിയിലുള്ള 2 കിലോ മുതൽ അതല്ലെങ്കിൽ 5 കിലോ വരെയുള്ള പ്ലാന്റുകളും, അതേസമയം ചെറിയ ഒരു റെസ്റ്റോറൻറ്റ് അതല്ലെങ്കിൽ ഹോട്ടൽ ബിൽഡിങ്ങുകൾക്ക് 15 കിലോ വരെയുള്ള ബയോഗ്യാസ് പ്ലാന്റുകളും, എന്നാൽ അതിൽ കൂടുതൽ ജൈവമാലിന്യം ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീനുകൾ അതല്ലെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റുകൾ, വലിയ ഹോട്ടൽസ്, കൺവെൻഷൻ സെൻറ്ററുകൾ, ഫുഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ദൈനംദിനം ഉണ്ടാകുന്ന ജൈവമാലിന്യത്തിൻ്റെ അളവ് കണക്കാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്യുകയും ആ പ്ലാന്റ് ശാസ്ത്രീയമായി വളരെ കാര്യക്ഷമമായി അത് അവിടെ നിർമ്മാണം നടത്തുകയും അതിന്റെ കമ്മീഷനിങ് പൂർത്തിയാക്കി ഏകദേശം കഴിഞ്ഞ 10 വർഷം കൊണ്ട് FRP പ്ലാന്റുകൾ 1000-ൽ പരം പ്ലാന്റുകൾ കേരളത്തിലുടനീളം സ്ഥാപിക്കുകയും ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിലും അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകളിലും വലിയ ബയോഗ്യാസ് പ്ലാന്റുകൾ 100-ൽ പരം സ്ഥാപിക്കുകയും അതിൽ തന്നെ 20ഓളം പ്ലാന്റുകളുടെ ദൈനംദിന പ്രവർത്തനം നോർത്ത് ആംസ് ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് പോകുന്നു. North Hams, leading to zero waste.